ശോശു. അപ്പം ഞാനും ശോശുവും കൂടി ഉണ്ടല്ലോ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണമായിരുന്നു. ഇപ്പം ശോശു ആണ് എൻ്റെ പ്രധാനപ്പെട്ട കൂട്ടിട്ടാ. കുറേ നേരം നമ്മളവിടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. അപ്പം എല്ലാവരും കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് KNK എന്താണ് ചാനലൊക്കെ പൂട്ടിക്കെട്ടി പോയാന്ന്. അപ്പം KNK ചാനലൊന്നും പൂട്ടിക്കെട്ടി പോയിട്ടില്ല മച്ചാന്മാരെ. പൂട്ടിക്കെട്ടി പോയതുണ്ടല്ല, നമ്മുടെ കാലാണ് തൽക്കാലം ഒന്ന് പൂട്ടിക്കെട്ടി വെച്ചേക്കണത് കണ്ട. അപ്പം ഇങ്ങനെ ഈ കാലിങ്ങനെ പൂട്ടിക്കെട്ടി വെച്ചേക്കണത് കൊണ്ടിട്ടാണ് നമുക്ക് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടായിപ്പോയത് കേട്ടോ. അപ്പം കഴിഞ്ഞ 22-ാം തീയതി കാലിന് ഒരു സർജറി ഉണ്ടായിരുന്നു. അന്നേരം ഞാനൊരു ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ എല്ലാവരും വന്നിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് സ്നേഹാന്വേഷണമൊക്കെ അറിയിച്ചിട്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഓർക്കും നന്നായിട്ട്. അപ്പം പിന്നെ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാര്യം ആ സമയത്തൊക്കെ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായെങ്കിലും ഇപ്പോഴാണൊന്ന് ശരിക്കും ഒന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ ആയിപ്പോയത്. പിന്നെ 2 വടിയും കൂടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കണ്ട. ഈ വടിയൊക്കെ കുത്തി വേണം നമുക്കിപ്പോൾ നടക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കയറിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ്. എൻ്റെ ലിഗമെൻ്റ് ഒരെണ്ണം കട്ടായിരുന്നുണ്ട്. ലിഗമെൻ്റ് ഒരെണ്ണം ACL എന്ന് പറയും. അതൊരെണ്ണം നേരത്തെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു മുട്ടിൻ്റെ ഉള്ളിൽ. അത് ഈ ഫുട്ബോൾ കളിക്കാനൊക്കെ പോണവർക്കൊക്കെ അറിയാൻ പറ്റും. എല്ലാ ഫുട്ബോൾ ഗ്രൗണ്ടിലും ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 8-10 പേരെങ്കിലും ഈ ലിഗമെൻ്റ് ഇഞ്ചുറി ഉള്ളവരുണ്ടാവും. അങ്ങനെ ലിഗമെൻ്റ് ഇഞ്ചുറിയുടെ കഥ പറയണം. ഞങ്ങളുടെ ഗ്രൗണ്ടിൽ ലിഗമെൻ്റ് ഇഞ്ചുറിയുടെ കഥ പറഞ്ഞ് നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആളായിരുന്നു കേട്ടോ ഞാൻ. അപ്പം പിന്നെ പൊട്ടിപ്പോയിട്ട് കുറേ നാളായി. നമ്മളതുമായിട്ടൊക്കെ വീണ്ടും നടന്ന് പൊട്ടിപ്പോയിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല. പിന്നെ ഈ ലിഗമെൻ്റ് എന്ന് പറയുമ്പോൾ ACL ലിഗമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ 2 എല്ലും കൂടി വന്ന് ഈ മുട്ടിൻ്റെ ജോയിൻ്റ് ആവുമല്ലോ, അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു ഈ വാഴനാര് പോലെ കുറേ നാരുകൾ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ACL ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നാരിമ്മലി കളിയാണ് ഈ പറയണ നമ്മുടെ ഈ മുട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ലിഗമെൻ്റ് പൊട്ടിപ്പോയാലും നമുക്ക് ആ സമയത്ത് നമുക്കിങ്ങനെ കഴിഞ്ഞു പോയാൽ പിന്നീട് നമുക്ക് പോണതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ മുട്ടൊന്ന് സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റി നമ്മൾ പിറ്റേ ദിവസം തൊട്ടിട്ട് ഒരു ഭയങ്കര സ്ലോവിൽ പോണ ഒരാളായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിഗമെൻ്റ് പൊട്ടിപ്പോയാൽ നമുക്ക് കംപ്ലീറ്റ് വീണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനി. പക്ഷേ നമ്മുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒതുങ്ങിയൊക്കെ ജീവിക്കാൻ തീരുമാനിച്ചാലും ഞാനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ കളി തൽക്കാലം നിർത്തി. എന്നിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാനും പിന്നെ വോളിബോൾ കളിക്കാനൊക്കെ പോയി. അപ്പോൾ പിന്നെ അല്ലാണ്ട് കുറേ അഭ്യാസ പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ മുട്ടിൻ്റെ നടുക്കുള്ള മെനസ്കസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ഒരു പാട. അത് കംപ്ലൈൻ്റ് ആകും. പിന്നീട് അതിന് ശേഷം നമ്മുടെ മുട്ടിങ്ങനെ ഓരോ പ്രാവശ്യം ഇടയ്ക്ക് ഇങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കും അല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ തെറ്റിപ്പോകും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോ തെറ്റുമ്പോഴും നമ്മുടെ മുട്ടിൽ വേറെ കുറേ ലിഗമെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ലിഗമെൻറ്റിൻ്റെ ഏതെങ്കിലും കുറച്ച് നാരുകൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. ഇതുമായിട്ട് ഇങ്ങനെ കുറേ നാളുകളായിട്ട് നടക്കുന്നത് നമ്മുടെ മുട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റിപ്പോണ്. പിന്നീട് കഴിഞ്ഞ ദിവസം ഞാനും യഥാകൂട്ടനും കൂടി സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾ ചെയ്തിട്ടിരിക്കുമ്പോൾ ടക്കെന്നും പറഞ്ഞൊരു സൗണ്ട് കേട്ടേട്ടാ. അത് അതിന് മുന്നേ കേട്ടത് അന്ന് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അങ്ങനെ കാല് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റാണ്ട് എന്തെങ്കിലും ചെയ്തിട്ടേ പോകാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. നേരെ ഹോസ്പിറ്റലിൽ പോയി. എറണാകുളം നോർത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ ചെന്നത് നമ്മൾ. അപ്പോൾ അവിടെ ചെന്ന് അവർ നേരെ MRI എടുക്കാൻ പറഞ്ഞ് MRI എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ACL പോയിട്ടുണ്ട്. പിന്നെ LCL എന്ന് പറഞ്ഞ ലിഗമെൻറ്റ് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെനസ്കസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ കുറച്ച് തേയ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും സർജറി ചെയ്തേ പറ്റൂ. കാര്യം ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി സർജറി ചെയ്തില്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നമാകുമോ. അപ്പോൾ ആകപ്പാടെ പ്രശ്നമായിരുന്നു. പിന്നീട് അതിലും അടുത്ത പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ 22-ാം തീയതി അല്ല, ശരിക്കും ഈ 14-ാം തീയതി ആയിരുന്നു സർജറി ഫിക്സ് ചെയ്ത് വെച്ചത്. അന്ന് കൃത്യമായിട്ട് നല്ല കട്ടപ്പനി അടിച്ച് പിന്നെ സർജറി 22-ാം തീയതിയിലായിട്ട് മാറ്റി വെച്ച്. അങ്ങനെ 22-ാം തീയതി ചെയ്ത് ഇപ്പോൾ 5-8 ദിവസമായി. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ ഈ വാക്കറിൽ ഇപ്പോൾ കാലുകുത്താനായിട്ടില്ല. ഇനി ഒരു ഉടനെ പതുക്കെയൊക്കെ കാലുകുത്തി തുടങ്ങാൻ പറ്റും. ഒരു 10 ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഈ സാധനമൊക്കെ കുത്തി ഇങ്ങനെ നടക്കണം. അപ്പോൾ അതൊക്കെയായിരുന്നു നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ കേട്ടോ. അതുകൊണ്ടിട്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. കുറേ ആൾക്കാർ നമ്മൾ അന്വേഷിച്ച്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ റിക്കവറായിട്ട് വന്നത് പോലെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യും പൂർവാധികം ശക്തിയായിട്ട്. അപ്പോൾ ഈ 14-ാം തീയതിയിലൊക്കെ ഡിലേ വന്നത് കൊണ്ടിട്ടാണ് കുറേ ഒരു ഗ്യാപ്പ് വന്നത് വീഡിയോ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം നമ്മൾ രണ്ടാമത്തെ പതുക്കെയൊക്കെ കാലുകുത്തിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇഴഞ്ഞൊക്കെ നടന്നിട്ടൊക്കെ വീഡിയോ ചെയ്താനേ. പിന്നെ ഇപ്പം അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ലാത്ത സാഹചര്യമാണ്. ശോശുവിനെയൊക്കെ കളിപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കാം. ഇടയ്ക്ക് ശോശു ഇങ്ങനെ നമ്മുടെ കമ്പനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് കുഴപ്പമില്ല.
ഒരു രസത്തിന് അവളിങ്ങനെ കൂടെ വന്നിരിക്കും കേട്ടോ. കാലങ്ങടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ മസാജ് ചെയ്ത് തരും. അവളല്ല, അവൻ. ഞങ്ങൾ ശോശാമ്മയെന്ന് വിളിച്ച് പോയില്ലേ. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലൊക്കെ വരുന്നത് വരേക്കും ബൈ.